ഹലോ സുഹൃത്തുക്കളെ, 10ാം ക്ലാസ് പ്രിലിംസ് തയ്യാറെടുപ്പിന്റെ ആദ്യ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവമാണ്. അതെ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം, അത് 1857 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഉയർന്ന ഈ മഹത്തായ വിപ്ലവമാണ് സത്യത്തിൽ പിന്നീടുള്ള നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്കും ഒരു വലിയ തീപ്പൊരിയായത്. ഈ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ അനന്തരഫലം എന്തായിരുന്നു എന്നറിയാമോ? ഇന്ത്യയിൽ അതുവരെ അതിശക്തമായി നിലനിന്നിരുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായ പതനത്തിന് ഈ മുന്നേറ്റം കാരണമായി. അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു കേട്ടോ. അപ്പോ ആരാണ് ഇതിനൊക്കെ തിരികൊളുത്തിയത്? അന്ന് ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരായ സൈനികരെ ശിവായികൾ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഈ വലിയ ജനകീയ മുന്നേറ്റത്തെ വെറുമൊരു ശിപായി ലഹള എന്ന് മാത്രം വിളിച്ചു തരം താഴ്ത്താൻ ശ്രമിച്ചു. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല. ഇതൊരിക്കലും ഒരു സാധാരണ ലഹളയായിരുന്നില്ല. ബ്രിട്ടീഷുകാർ നമ്മുടെ ശിപായിമാരോട് കാണിച്ചിരുന്ന കടുത്ത വിവേചനത്തിനെതിരെ നെഞ്ചുവിരിച്ചു നിന്നൊരു ധീരനായ സൈനികനുണ്ടായിരുന്നു, മംഗൾ പാണ്ഡെ. അദ്ദേഹത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ വലിയ പോരാട്ടം തുടങ്ങുന്നത് തന്നെ. ഈ വിവേചനത്തിൽ പ്രതിഷേധിച്ച് മംഗൾ പാണ്ഡെ എന്തു ചെയ്തു എന്നറിയാമോ? തന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ അദ്ദേഹം അങ്ങ് വെടിവെച്ച് വീഴ്ത്തി. പക്ഷേ ആ ഒരൊറ്റ വെടിവെച്ചയ്ക്ക് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ബ്രിട്ടീഷുകാർ ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, വളരെ ക്രൂരമായി വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. പക്ഷേ മംഗൾ പാണ്ഡെയുടെ ആ പോരാട്ടം വെറുതെയായില്ല. ഈ വിപ്ലവത്തിന്റെ ആദ്യത്തെ തീപ്പൊരി ഉയർന്നത്, അതായത് ആ ആദ്യ വെടിവയ്പ് നടന്നത് പശ്ചിമബംഗാളിലെ ബാരക്പൂരിലാണ്. പരീക്ഷയ്ക്ക് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ആ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്, ബാരക്പൂർ. ഓർത്തുവെച്ചോളൂ. അപ്പോ ബാരക്പൂരിൽ തുടങ്ങിയ ആ ചെറിയ തീപ്പൊരി ഒരു വലിയ കാട്ടുതീയായി മാറിയത് എപ്പോഴാണ്? 1857 മെയ് 10 മീററ്റിലെ പട്ടാളത്താവളത്തിൽ വെച്ചാണ് വിപ്ലവം ഔദ്യോഗികമായി ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാലകൾ ഒന്നടങ്കം പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു നമ്മുടെ ശിപ്പായിമാരുടെ ഈ വമ്പൻ പ്രത്യാക്രമണം. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം നടത്താൻ അന്ന് എങ്ങനെ കഴിഞ്ഞുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ഒരു ബ്രിട്ടീഷ് സൈനികന് 6 ഇന്ത്യൻ സൈനികരെന്നതായിരുന്നു അവസ്ഥ. അതായത് 6-1 എന്ന ഈ അമ്പരപ്പിക്കുന്ന അനുപാതം തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി. സൈന്യത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ഇന്ത്യക്കാർക്കായിരുന്നിട്ടും ഈ വിപ്ലവത്തിന് പിന്നീട് എന്തു സംഭവിച്ചു? വലിയൊരു സാമ്രാജ്യത്തിന്റെ അടിവേരിളക്കിയ ഈ പ്രക്ഷോഭത്തെ ബ്രിട്ടീഷുകാർ എങ്ങനെയായിരിക്കും നേരിട്ടിട്ടുണ്ടാവുക? ഈ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി നോക്കാം. അപ്പോൾ പാർട്ട് 2 കാണാൻ മറക്കരുത്.